വെൽക്കം ബാക്ക്. കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൻ്റെ പ്രകാശവേളയിൽ ഇന്നലെ അരങ്ങേറിയ AFC ഏഷ്യൻ കപ്പ് യോഗ്യതാ റൗണ്ടിലെ ഇന്ത്യ ഹോങ്കോങ് മത്സരം ആവേശത്തിൻ്റെ പരമാവധി ഉയർത്തിയ ഒരു പോരാട്ടമായി മാറി. മത്സരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഇന്ത്യ താളം കണ്ടെത്തി. 4-ാം മിനിറ്റിൽ ഡെബ്യൂ താരം റയാൻ വില്യംസ് കൃത്യമായ ഫിനിഷിലൂടെ ഗോൾ നേടി ടീമിനെ മുന്നിലെത്തിച്ചു. ആ ഗോളിന് പിന്നാലെ ഇന്ത്യ പന്ത് നിയന്ത്രണത്തിലും മുന്നേറ്റങ്ങളിലും വ്യക്തമായ മേൽക്കോയ്മ പുലർത്തി. രണ്ടാം പകുതിയിൽ ഇന്ത്യയുടെ ആത്മവിശ്വാസം കൂടുതൽ ശക്തമായി പ്രകടമായി. 50-ാം മിനിറ്റിൽ ആകാശ് മിശ്ര നേടിയ കരുത്തുറ്റ ഗോൾ സ്കോർ 2-0 ഉയർത്തി. വിജയത്തിലേക്കുള്ള വഴി കൂടുതൽ ഉറപ്പിച്ചതായി തോന്നിപ്പിച്ചു. എന്നാൽ മത്സരം അതോടെ അവസാനിച്ചില്ല. 65-ാം മിനിറ്റിൽ ഹോങ്കോങ്ങിനെ എവർട്ടൺ കമാർഗോ ഗോൾ നേടി മത്സരം വീണ്ടും സജീവമാക്കി. അതിനുശേഷം നടന്നത് കടുത്ത സമ്മർദ്ദത്തിന് നിമിഷങ്ങളായിരുന്നു. അവസാന മിനിറ്റുകളിൽ ഹോങ്കോങ് സമനില ലക്ഷ്യമുള്ള തുടർച്ചയായ ആക്രമണം നടത്തിയപ്പോൾ ഇന്ത്യയുടെ പ്രതിരോധം ശാന്തതയും കൃത്യതയും കൈവിടാതെ ഉറച്ചു നിന്നു. ഓരോ ക്ലിയറൻസും, ഓരോ ടാക്കിളുകളും, ഓരോ സേവും മത്സരത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്ന നിമിഷങ്ങളായി മാറി. ഒടുവിൽ റഫറിയുടെ അവസാന വിസിൽ മുഴങ്ങിയപ്പോൾ ഇന്ത്യ 2-1 എന്ന സ്കോറിൽ വിലപ്പെട്ട വിജയം സ്വന്തമാക്കി. ഡെബ്യൂ ഗോളിലൂടെ ശ്രദ്ധ നേടിയ റയാൻ വില്യംസിൻ്റെ പ്രകടനവും സംഘത്തിൻ്റെ സമഗ്ര പ്രകടനവും ഈ വിജയത്തെ കൂടുതൽ ശ്രദ്ധേയമാക്കുന്നു. ആത്മവിശ്വാസം നിറയ്ക്കുന്ന ഈ ജയം ഇന്ത്യയുടെ മുന്നേറ്റത്തിന് ഒരു പുതിയ ഊർജം പകരുന്ന സൂചനയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോ വീണ്ടും കാണുന്നവരിക്കും. എല്ലാവരും ചാനൽ കാണുന്ന എല്ലാവരും ഇന്ന് സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. ഗുഡ് ബൈ.